ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ ചോദിച്ച ഉടനെ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നുന്ന, വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി വരുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാലാണ് വേണ്ടത്. തേങ്ങാപ്പാലിലാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം. ഇതേ അളവിൽ തന്നെ എടുത്തിരുന്നാൽ മതി. അതുപോലെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലായിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒരു 1/4 കപ്പ് അളവിൽ 3/4 കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് നിറയെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി നമ്മൾ ആദ്യം തന്നെ പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു പഞ്ചസാരയും ഏലക്കയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഉരുക്കിയിട്ട് ഇതേ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടറും നെയ്യും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരേക്കും കടായിൽ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ ഓണാക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പോലെ വിസ്ക് വെച്ചിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടരുത്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം കട്ടിയായിട്ട് കരിഞ്ഞു വരും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിൽ തന്നെ പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. പിന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കട്ടിയായിട്ട് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് സെറ്റാക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേയിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തു. മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ച് കൊണ്ടൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കും കൂടെ കുറച്ച് നെയ്യൊന്ന് ഒറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടും. ഞാൻ ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷമോ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ വെച്ചിരുന്നതിന് ശേഷം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷമാണ് എടുത്ത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ട്രേയിൽ തന്നെ വെച്ചിരിക്കണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി ടേസ്റ്റി പലഹാരം റെഡിയായി കിട്ടി. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു സ്വീറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.